പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളൊരു വചനമാണ് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു എന്നുള്ളത്. അത് അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു എന്നുള്ളത്. എന്നാൽ പ്രിയരെ, നമ്മുടെ മേലൊരു ദൈവം, നമ്മുടെ അകത്തൊരു ദർശനം കിടപ്പുണ്ടെങ്കിൽ, ഒരു ദൈവ പദ്ധതി കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിലേക്ക് എത്തും, എപ്പോൾ എത്തും എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിന് പ്രത്യേക ചില സൈനുകൾ, പ്രത്യേക ചില അടയാളങ്ങൾ നമ്മുടെ ശുശ്രൂഷയുടെ മുമ്പിൽ കർത്താവ് വെളിപ്പെടുത്തി. യോസഫിനോട് ചോദിച്ചാൽ, മോർദെഖായിയോട് ചോദിച്ചാൽ അവരുടെയൊക്കെ മേലുള്ള ദൈവ പദ്ധതിയുടെ ടൈമിങ്ങുകൾ, സീസണുകൾ തുറന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോസഫിന്റെ ചരിത്രം പഠിക്കുമ്പോൾ യോസഫിന്റെ മേൽ കിടന്ന ദർശനത്തിന്റെ സമാപ്തിയെ അടുത്തപ്പോൾ അന്നത്തെ രാജാവായിരുന്ന ഫറവോന്റെ ഉറക്കത്തെ കെടുത്തുന്ന സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നം എന്തെന്നറിയാൻ അവിടുത്തെ മന്ത്രവാദികൾക്കോ അവിടുത്തെ ജ്ഞാനവാദികൾക്കോ ശകലവാദികൾക്കോ ഒക്കെ കഴിയാതിരിക്കുമ്പോൾ ദൈവമകത്ത് ദർശനം കൊടുത്ത് യോസഫിന്റെ ദർശനത്തെ പുറത്തെടുക്കേണ്ട സമയവും ഒരുമിച്ചു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, യോസഫിന്റെ അകത്ത് കിടക്കുന്ന ദർശനത്തെ പൂർത്തീകരിക്കാൻ ഫറവോന്റെ അകത്ത് കയറി സ്വപ്നത്തെ യോസഫ് വ്യാഖ്യാനിക്കും. അവിടെ യോസഫിന്റെ മേൽ ദൈവമിട്ട ദർശനത്തെ തുറക്കുകയാണ്. ഞാനൊരു പ്രവചന ശബ്ദം പോലെ നിങ്ങളോട് പറയാം. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ദർശനങ്ങളുടെ ഒരു ഭയങ്കര സമാപ്തിയിലേക്ക് എത്താൻ പോവുകയാണ്. അതിന് ദൈവം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ചിലരുടെ ഉറക്കത്തെ കെടുത്തുന്ന, നിങ്ങളുമായിട്ട് ഒരിക്കലും കണക്റ്റഡ് ആകാത്ത ചിലരുടെ ഉറക്കത്തെ കെടുത്തുന്ന ചില സ്വപ്നങ്ങൾ ഉണ്ടാകാൻ പോകും. ആ സ്വപ്നങ്ങൾ നിങ്ങളുമായി കണക്റ്റഡ് ആക്കാൻ പോവുകയാണ്. അവർക്ക് ഈ സ്വപ്നങ്ങൾക്കകത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ അസ്വസ്ഥതമാകുമ്പോൾ ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ആ സ്വപ്നത്തിനകത്ത് കിടക്കുന്ന പദ്ധതികളിലേക്ക് ആ മനുഷ്യനെ എത്തിക്കാനോ നിങ്ങളുടെ ഒരു ആവശ്യകത വരുന്ന ഒരു ടൈം വരാൻ പോവുകയാണ്. അവിടെ നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ, ദർശനങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. ചിലരുടെ ഉറക്കത്തെ കെടുത്തുന്ന സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ്. മോർദെഖായി മാനിക്കപ്പെടുന്ന ഒരു ടൈമിലേക്ക് എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഞാൻ വചനം പറയുന്നു, അഹശ്വേരോശ് രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം കെടുത്തി, ഉറക്കം കെടുത്തി. ഈ ദിവസങ്ങളിൽ ഒരു പ്രവചന ശബ്ദം പോലെ ഏറ്റെടുത്തോ. നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ വിഷൻസുകളെ, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ദൈവ പദ്ധതികളെ പുറത്തെടുക്കാൻ ചിലരുടെ ഉറക്കം അസ്വസ്ഥമാകാൻ, ഉറക്കം കെടാൻ പോവുകയാണ്. ചിലർ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുമായി കണക്റ്റഡ് ചെയ്യുന്ന വലിയ പ്രോജക്റ്റുകൾ ചിലരുടെ അകത്ത് ദൈവം തുറക്കാൻ പോവുകയാണ്. അവരുമായി കണക്റ്റായി നിൽക്കുന്ന ചില ജനത്തെക്കുറിച്ചുള്ള, രാജ്യത്തെക്കുറിച്ചുള്ള, പട്ടണത്തെക്കുറിച്ചോ സഭയെക്കുറിച്ചോ ദേശത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ചിലരെ അകത്ത് തുറക്കാൻ പോകുന്നു. ആ സ്വപ്നങ്ങൾ ആക്റ്റീവ് ആകണമെങ്കിൽ നിങ്ങളുമായി കണക്റ്റഡ് ആകുന്ന ഒരു സാഹചര്യത്തിൽ വരുന്നു. അത് നിങ്ങളുടെ അകത്ത് കിടക്കുന്ന സ്വപ്നങ്ങളെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും. ധൈര്യപ്പെടുക. ദൈവം ഒരു നിയുക്ത സമയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.